ഹലോ, വെൽക്കം ടു നെയിൽസ് ബൈ അഞ്ജുശ്രീ ഭദ്രൻ. ഇന്ന് പുതിയൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ചെയ്യുന്നത് ഒരു സ്റ്റോൺ ആർട്ടാണ്. അതായത് നമ്മൾ നെയിൽസ് വെച്ചിട്ട് നെയിൽസ് ചെയ്തതിന് ശേഷം ജെൽ പോളിഷ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്കിതിൽ എങ്ങനെ സ്റ്റോൺ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് ജെൽ പോളിഷാണ്. ഈ ജെൽ പോളിഷിൽ ആദ്യം നമുക്ക് ജെൽ പോളിഷ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ യു വി ലാമ്പ് വെച്ച് ക്യൂർ ചെയ്യാണ്. ക്യൂർ ആയതിനു ശേഷം നമ്മൾ ഫിക്സ് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോൺസ്. അപ്പോൾ നമുക്കിതിൽ ഈ ഒരു ഡോട്ടിങ് ടൂൾസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് ചെയ്യാം. സ്റ്റോൺ പ്ലക്കേഴ്സും ഉണ്ട്. സ്റ്റോൺ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തെടുക്കാൻ പറ്റുന്ന പല ടൂൾസും ഉണ്ട്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഗമ്മുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഗം എടുത്തിട്ട് ഇതിനിങ്ങനെ തൊട്ടെടുക്കും. ഓക്കെ, കാണാം, കുഞ്ഞ് സ്റ്റോണാണ്. എന്നിട്ട് ഇതിലിങ്ങനെ വെക്കും. ഓക്കെ, സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റാണ്. ഇങ്ങനെ എടുക്കുന്നു, സ്റ്റോൺ ഇങ്ങനെ എടുക്കുന്നു, ഇതിങ്ങനെ തൊട്ട് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഈ പോർഷനിൽ ഇങ്ങനെ വെക്കുന്നു. ഇതുപോലെ ഇപ്പം ഞാൻ ഈ ഡിസൈനിൽ വെക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആ ഡിസൈനും ചെയ്യാം. ഇങ്ങനെ വെക്കുന്നു. റിപ്പീറ്റഡ് പ്രോസസ്സായിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോൺ വെക്കണോ ഇതിൻ്റെ മേലെ ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് സ്റ്റോൺ വെക്കാം. അതിനുശേഷം ഇത് വീണ്ടും യു വി ലാമ്പിൽ ക്യൂർ ചെയ്യണം. നമുക്കിതിൽ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, യു വി ലാമ്പിൽ ക്യൂർ ചെയ്യാം. ഇത് കണ്ടോ? അപ്പോൾ ദാ ഇതേപോലെ ഇങ്ങനെ വരും. ഇത് ഇനി നമ്മൾ നെയിൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോൺ വർക്കൊക്കെ ചെയ്യുമ്പം നോർമലി നമുക്ക് ചിലർക്ക് ബൈറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളൊരു ടെൻഡൻസി വന്നാൽ പോലും കടിച്ചാലും തട്ടിയാലും ഒന്നും ഈ സ്റ്റോൺ ഇളവില്ല. കാരണം ടോപ്പ് കോട്ട് വെച്ച് ഫിക്സ് ആണ്. ഈ സ്റ്റോണ് ഒരു രീതിയിലും ഇളകിപ്പോവില്ല. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഐഡിയ ട്രൈ ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് നെയിൽസ് ബൈ അഞ്ജുശ്രീ ഭദ്രൻ. ടാറ്റ.